ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ ആഘോഷിക്കാൻ റെഡി ആയിട്ടിരിക്കുകയല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു വിഷു ആശംസയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും നല്ല സന്തോഷമായിട്ട് കണിയൊക്കെ വെച്ച് കണിയൊക്കെ ഒരുക്കി സദ്യയൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് എൻജോയ് ചെയ്ത് വിഷുവൊക്കെ ആഘോഷിക്കും കേട്ടോ. പിന്നെ പടക്കം പൊട്ടിക്കുമ്പോൾ മാത്രം കുറച്ച് ശ്രദ്ധിക്കുക. പടക്കം പൊട്ടിക്കുമ്പോൾ കൈയൊന്നും പൊള്ളാതൊന്നും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ എല്ലാവരും വിഷ് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. വിഷുവായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിഷുവായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിഷു വിഭവങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത്രയും ദിവസം ഞാൻ വിഷു വിഭവങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിന് മുന്നത്തെ വർഷവും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഉണ്ടാക്കി ഇന്ന് കഴിക്കുക, ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസം കഴിക്കുക. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. പടക്കം പൊട്ടിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂത്തിരി കയ്യിലിരുന്ന് ഒരു പ്രാവശ്യം പൊട്ടിയിട്ട് ഒരു മാസം എടുത്താ കൈ നേരെ ചെയ്ത്. അതുകൊണ്ടാണ് ഇത്ര സൂക്ഷിക്കണം. നല്ലൊരു ഭംഗിയൊക്കെ പറഞ്ഞതല്ല. അപ്പൊ ശരി.